ഡിസംബർ ആയാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അനദർ വേറെ ലെവൽ വൈബാണ്. ഇഫ് ഇറ്റ് ഈസ് ഡിസംബർ ഫസ്റ്റ് ഓൺ ദി കലണ്ടർ, അമ്മ തുടങ്ങും, നിങ്ങൾ ക്രിസ്മസ് ട്രീ വെക്കുന്നില്ലേ, നിങ്ങൾ പൂക്കോട് വെക്കുന്നില്ലേ, നിങ്ങൾ സ്റ്റാർ ഇടുന്നില്ലേ. ഇത് കേട്ട് കേട്ട് മടുത്ത് ഞങ്ങൾ തീരുമാനിച്ചു ഇത്തവണ ഞങ്ങൾ ഇതെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പുൽക്കൂടിന്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഡിസംബർ അങ്ങോട്ട് പകുതിയായി. മേരാ മാതാജി വെരി പ്രൗഡ് ആൻഡ് സേ ദാറ്റ് രണ്ടും വാഴകൾ തന്നെ വാഴ. അതല്ലെങ്കിലും അങ്ങനെയാണ് ഗൈസ്. എന്റെ അനിയനെ തന്നെ ഞാൻ പറയുന്നത് അവന് ഓടയിന്ന് കളഞ്ഞു കിട്ടിയെന്നാണ്. എന്റെ അനിയൻ എന്നെ പറയുന്നത് എന്നെ പേട്ടത്തേങ്ങ കൊടുത്ത് വാങ്ങിച്ചെന്നാണ്. ബട്ട് ഞങ്ങളുടെ അമ്മ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും തവിട് കൊടുത്ത് വാങ്ങിച്ചെന്നാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങോട്ട് ഒരു തീരുമാനം അങ്ങോട്ട് ആയിട്ടില്ല. എന്തൊക്കെയായാലും ഇത്തവണത്തെ പുൽക്കൂട് അങ്ങോട്ട് സെറ്റാണ്. അകത്ത് ഞാൻ ചുമരുകൾ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തൊക്കെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പുൽക്കൂട്, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തീം. അങ്ങനെ അവസാനം ഇതെല്ലാം ഒട്ടിച്ച് പറക്കിയെടുത്തപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഓ ബ്യൂട്ടിഫുൾ. പിന്നെ പെയിന്റടി ആയിരുന്നു. ആദ്യം ഞങ്ങൾ വൈറ്റ് വാഷാണ് ചെയ്തത്. അങ്ങനെ വെള്ള പൂശലിന് ശേഷം ഡാർക്ക് ബ്രൗൺ കളറാണ് ഞങ്ങൾ മുഴുവനായിട്ട് കൊടുത്തത്. ഐ ആം നോട്ട് ഡൺ ദിസ് ഒറ്റയ്ക്ക്, കാരണം എൻ്റെ അമ്മയും ബ്രദറും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മുടെ പുൽക്കൂട് കാണാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അടിപൊളി. മീറ്റ് മൈ ബ്രദർ വലിയ പുള്ളിയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് ക്യാമറ കിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുൽക്കൂടിൽ ലൈറ്റ് ഇടുന്ന പരിപാടിയൊക്കെ തുടങ്ങി. കത്തുന്ന ആ സ്റ്റാറിന്റെ ലൈറ്റില്, ആ സംഭവം ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ തന്നെ ഈ സംഭവം അങ്ങനെ വേറെ ലെവലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് വൈക്കോലൊക്കെ വെച്ചു, കാരണം പുൽക്കൂടല്ലേ, അപ്പൊ പിന്നെ എന്തായാലും വൈക്കോല് മസ്റ്റാണ്. സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഓക്കെയാണ്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്ലോറിന്റെ അവസ്ഥയാണ് വെരി വെരി മെസ്സി. കുറച്ച് നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് വൈക്കോൽ ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടുകളാക്കി അത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയും കൂടി ഞാൻ ഇങ്ങനെ കൊടുത്തായിരുന്നു കേട്ടോ. എന്തായാലും പശുക്കളുള്ള സ്ഥലത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ കാണുമല്ലോ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആണ് ബ്രോ. സോ അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു. ഈ ഗിഫ്റ്റ് ഒക്കെ വെറുതെ ഞങ്ങൾ ബോക്സ് പാക്ക് ചെയ്തേക്കുന്നെന്നാണ് എൻ്റെ അനിയനോടും അമ്മയോടും ഞാൻ പറഞ്ഞത്. ബട്ട് അങ്ങനെയല്ലായിരുന്നു. ഞാൻ അവിടെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്രിസ്മസ് ട്രീയുടെ സംഭവം സെറ്റ് ചെയ്തു. പിന്നെ വന്നിട്ട് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തു. അത് നമ്മൾ നേരത്തെ ഓൾറെഡി ഞാൻ ഇതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹാൻഡ് മെയ്ഡ് സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ വെച്ചപ്പോൾ നമ്മുടെ വോൾ അങ്ങോട്ട് സെറ്റായി. ഫൈനലി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ പുൽക്കൂടും ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും പിന്നെ സ്പെഷ്യൽ ആയിട്ടൊരു ജിഞ്ചർ ബ്രെഡ് ഹൗസ് കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂട്ടില് ഞങ്ങൾ എല്ലാ രൂപങ്ങളും വെച്ചാലും ഞങ്ങൾ ഉണ്ണീശ്വരനെ ഇപ്പോഴങ്ങ് വെക്കില്ല. കാരണം ഉണ്ണീശ്വരനെ നമ്മൾ 24th നൈറ്റ് രാത്രി 12 മണിക്കാണ് വെക്കുന്നത്. അത് ആക്ച്വലി പള്ളിയിലും അങ്ങനെ കേട്ടോ. നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണിക്കായിരിക്കും ഉണ്ണീശ്വരനെ പുൽക്കൂട്ടി വെക്കുന്നത്. സെയിം തന്നെയാണ് വീട്ടിലും. ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ണിക്കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ കത്തുന്ന ക്രിസ്മസ് ട്രീ. ഇതാണ് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. ഇതിന്റെ റെഫറൻസ് ഞാൻ എടുത്തത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്നാണ്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് ട്രീയിൽ വെച്ച ഗിഫ്റ്റ് പറഞ്ഞു തരാട്ടോ. എൻ്റെ അനിയനെ ഞാൻ ഗിഫ്റ്റ് ചെയ്തത് ഒരു പെർഫ്യൂമാണ്. കാരണം അവനൊരു ഒന്നൊന്നര പെർഫ്യൂം അഡിക്റ്റഡ് മാനാണ്. അവൻ വീട്ടിൽ നിന്നാലും പെർഫ്യൂം അടിക്കും. സോ അവന് വേണ്ടി അതാ മേടിച്ചത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലിടുന്ന ഒരു ചെരുപ്പ്, അമ്മ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിലിടാൻ ഒരു ചെരുപ്പ് മേടിക്കണമെന്ന്. ആൻഡ് നോട്ട് ദാറ്റ് ഐ എം നോട്ട് എ വെരി റിച്ച് ഗേൾ. അതുകൊണ്ട് ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ് ഞാൻ അവർക്ക് കൊടുത്തത്. പിന്നെ കുറച്ച് സ്വീറ്റ്സ്, അത് നമ്മുടെ പഴയകാല മിഠായികളാണ് കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ക്രിസ്മസ് ട്രീയിൽ വെച്ചായിരുന്നു. ബട്ട് അവരോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇതിനകത്ത് ഗിഫ്റ്റ് ഉണ്ടെന്ന്. അവരോട് ഞാൻ പറഞ്ഞത് ഒരു ബോക്സ് ചുമ്മാ നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് പൊതിഞ്ഞു വെച്ചേക്കുന്നതാണ്. ബട്ട് എനിക്ക് ഉറപ്പായിരുന്നു അവർ എന്തായാലും സർപ്രൈസ്ഡ് ആകുമെന്ന്. കാരണം അവർക്ക് നീടുള്ളതും പിന്നെ ഇത് ഒരു രസമല്ലേ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഡൺ. 24th ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മൾ കേക്കും വൈനും പിന്നെ കുറച്ച് സ്നാക്സും കർമുറത്തിന്നാണല്ലോ, അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. 24th എനിക്ക് നൈറ്റ് ഹോസ്പിറ്റലിൽ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ രാത്രി 12 മണിയായപ്പോൾ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്മസ് കേക്ക് ഒക്കെ കിട്ടി. നല്ലൊരു അടിപൊളി നൈറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് 24th നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ്
25th രാവിലെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത്. എൻ്റെ ഇനിമീസിന് പോലും ഈ ഗതി വരുത്തരുത് കർത്താവേ. വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി, അമ്മയുടെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് ഞാൻ നോക്കാട്ടോ. അമ്മ നല്ല അടിപൊളി ബിരിയാണിയും പായസവും അങ്ങനെ രാവിലത്തെ പിന്നെ അപ്പവും സ്റ്റൂവും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സർപ്രൈസ് അങ്ങോട്ട് പറഞ്ഞു, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ എടുത്ത് അൺബോക്സ് ചെയ്യണം കേട്ടോ. എൻ്റെ അനിയന് പെർഫ്യൂം കിട്ടിയപ്പോൾ തന്നെ അവൻ ഫ്ലാറ്റായി. ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി, അപ്പം ഞാൻ ഹാപ്പി കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുമ്പോഴുണ്ടല്ലോ അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു പീക്ക് ലെവലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. സാധാരണ രാവിലെയാണ് കേക്ക് കട്ട് ചെയ്യുക, ബട്ട് രാവിലെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവരാരും കേക്കൊന്നും കട്ട് ചെയ്തില്ല. പ്ലീസ് അവോയ്ഡ് മൈ മെസ്സി ലുക്ക്. കാരണം ഒരുങ്ങാനുള്ള ഒരു കപ്പാസിറ്റിയിലൊന്നും അല്ലായിരുന്നു ഗേസ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി വന്ന് ഞാൻ വിശന്ന് പൊരിഞ്ഞ് നിൽക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്കും വൈനും ഒക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ചുകൂടെയൊക്കെ സമയം എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ സ്പെഷ്യൽ പായസം കുടിച്ചത്. പായസം കൂടി കുടിച്ചപ്പോൾ ഞാൻ ആകെ അങ്ങോട്ട് മത്തായി. പിന്നെ നേരെ പോയി കിടന്നു നല്ല സുഖമായിട്ട് ഉറങ്ങി ഗേസ്. പിന്നെ പിറ്റേന്ന് രാവിലെയും കൊണ്ടാണ് ഞാനൊന്ന് ഉണർന്നത്.